ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ചിട്ടുണ്ട്. മഴ കൂടുതൽ ശക്തമാകുമ്പോൾ അതിനനുസരിച്ചുള്ള മുൻകരുതലുകളും ജാഗ്രതാ നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ പൊതുജനം പാലിക്കണമെന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറഞ്ഞിട്ടുള്ളത്. ഇന്നും നാളെയും സംസ്ഥാനത്ത് അതിശക്തമായ മഴ ഈ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായിട്ട് ഉണ്ടാകുമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൂടാതെ തന്നെ സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ പ്രതീക്ഷിക്കാം എന്നുള്ളത് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. ശരി സൂര്യ. രാജ്യത്ത് പെട്രോളിനും ഡീസലിനുമുള്ള എക്സൈസ് തീരുവ വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ ലിറ്ററിന് 2 രൂപയാണ് വർദ്ധിപ്പിച്ചത്. എന്നാൽ പെട്രോളിയത്തിന്റെയും ഡീസലിന്റെയും ചില്ലറ വിൽപ്പന വിലയിൽ വർധനയുണ്ടാകില്ലെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം അറിയിച്ചു. വിവരങ്ങളുമായി ആന്റണി ജെസ്റ്റോർ ചേരുന്നു. ആന്റണി, രാജ്യത്തെ പെട്രോളിനും ഡീസലിനുമൊക്കെയുള്ള എക്സൈസ് തീരുവ ഇപ്പോൾ കേന്ദ്രം വർദ്ധിപ്പിച്ചിരിക്കുന്നു. മറ്റു വിവരങ്ങൾ? തീർച്ചയായും ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇത്തരത്തിൽ പെട്രോൾ ഡീസലിന്റെ ഒരു എക്സൈസ് തീരുവയിൽ വർധനവ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഉള്ളത്. 2 രൂപയാണ് ഇപ്പോൾ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ലിറ്ററിന് 2 രൂപയുടെ വർധനവാണ് നിലവിൽ വരുത്താൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പെട്രോളിയം മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത്. ഏതായാലും നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ ഈ എക്സൈസ് തീരുവ വർദ്ധിപ്പിച്ചത് ഈ പെട്രോളിയത്തിന്റെ വില കുറഞ്ഞു നിൽക്കുന്ന ഒരു സമയത്ത് കൂടിയാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതുകൊണ്ട് തന്നെ ഈ എക്സൈസ് തീരുവ വർദ്ധിപ്പിച്ച തീരുമാനം അത് ഈ പൊതുവിപണിയെ ബാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം ഇക്കാര്യത്തിൽ വ്യക്തമാക്കുന്നത്. അതായത് ഈ കൂട്ടിയ എക്സൈസ് തീരുവ, അതായത് ഈ പെട്രോളിയം അതായത് ക്രൂഡ് ഓയിലിന് നിലവിൽ വില കുറഞ്ഞിട്ടുണ്ട്. ആ വില കുറഞ്ഞത് കൊണ്ട് തന്നെ ഈ കൂട്ടിയ 2 രൂപ ഈ ചില്ലറ വിപണിയിൽ ബാധിക്കില്ല. അതനുസരിച്ച് എണ്ണ കമ്പനികൾ ആ വില വർദ്ധിപ്പിക്കില്ല എന്നുള്ളതാണ് പെട്രോളിയം മന്ത്രാലയം ഇക്കാര്യത്തിൽ പറയുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏതായാലും മറ്റൊന്നുള്ള ഒരു കാര്യം, ഈ കാര്യവുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ അന്താരാഷ്ട്ര വിപണിയിൽ ഈ വില കുറയുന്നതിൻ്റെ ഒരു ഗുണം ജനങ്ങളിലേക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഈ എക്സൈസ് തീരുവ 2 രൂപ വർദ്ധിപ്പിക്കുന്നു. അതുപോലെ തന്നെ ചില്ലറ വിപണിയിൽ അത് ബാധിക്കില്ല എന്ന് പെട്രോളിയം മന്ത്രാലയം പറയുമ്പോഴുമൊക്കെ ഈ കഴിഞ്ഞ അടുത്ത കാലത്തെ ഏറ്റവും താഴ്ന്ന നിലയിലാണ് ഈ ക്രൂഡ് ഓയിലിൻ്റെ വില നിൽക്കുന്നത്. പ്രത്യേകിച്ച് ഈ ട്രംപിന്റെ ഇറക്കുമതി തീരുവ വർധന പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ഇങ്ങനെ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വിലയിലൊക്കെ വലിയ ഇടിവ് രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ വലിയ കുറഞ്ഞു നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ആ വില കുറവിൻ്റെ ഗുണം ഉപഭോക്താക്കൾക്ക് ലഭിക്കേണ്ടതാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ എക്സൈസ് തീരുവ കൂടി വർദ്ധിപ്പിച്ച ഘട്ടത്തിൽ നിലവിലെ വിലയിൽ തന്നെ അത് തുടരും എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമായി ഉള്ളത്. കേന്ദ്ര സർക്കാർ ഇങ്ങനെ വില കൂടില്ല എന്ന് പറയുമ്പോഴും ഇതിൻ്റെ പിന്നിൽ ഈ ക്രൂഡ് ഓയിലിൻ്റെ വില കുറഞ്ഞതിൻ്റെ ഗുണം സാധാരണക്കാരായ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഈ പെട്രോളിനെയും ഡീസലിനെയും ഒക്കെ ആശ്രയിക്കുന്നവർക്ക് കിട്ടില്ല എന്നുള്ളതാണ്. ഏതായാലും ഇപ്പോൾ എക്സൈസ് തീരുവ പെട്രോളിനും ഡീസലിനും 2 രൂപ വീതമാണ് വർദ്ധിപ്പിക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. അത് നാളെ മുതൽ പ്രാബല്യത്തിൽ വരികയും ചെയ്യുമെന്നാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം അറിയിക്കുന്നത്. ശരി ആന്റണി, രാജ്യത്ത് പെട്രോളിനും ഡീസലിനുമുള്ള എക്സൈസ് തീരുവ കേന്ദ്രം വർദ്ധിപ്പിച്ചു. സർക്കാർ ലിറ്ററിന് 2 രൂപയാണ് വർദ്ധിപ്പിച്ചത്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ആന്റണി ജെ ജോർജ്. വാർത്തകളിലേക്ക്. മുനമ്പം വഖഫ് ഭൂമി വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന് ആശ്വാസം. സർക്കാർ നിയോഗിച്ച മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന് പ്രവർത്തനം തുടരാമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരായ സംസ്ഥാന സർക്കാരിന്റെ അപ്പീലിലാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. മുനമ്പം ഭൂമി പ്രശ്നത്തിൽ സർക്കാർ നിയോഗിച്ച CN രാമചന്ദ്രൻ നായർ കമ്മീഷന്റെ നിയമനം റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ സർക്കാർ നൽകിയ അപ്പീലിലാണ് ചീഫ് ജസ്റ്റിസ് നിതിൻ